അമ്മച്ചിക്ക് ഈ വിഷയം ഈ പുള്ളിക്കാരി അറിയത്തില്ല, ഇതുപോലെ വലിയ സംഭവമല്ലേ ഉണ്ടായത്, നിസാര കാര്യമാണോ? അല്ല. അത് കണ്ടപ്പോൾ അമ്മച്ചിക്ക് എന്നാ തോന്നി, അതിനെപ്പറ്റി അതെന്നാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ ഇതൊരു കുഞ്ഞു വച്ചായിരുന്നു. അത് ഇച്ചിരി അറിവായി മക്കളും ഒക്കെ ആയപ്പോഴത്തേനും അതുങ്ങളെ പഠിപ്പിക്കാനും ഒന്നും ഒരു ഗതിയില്ലാതെ വന്നു. അത് കടയിലൊരു ജോലിക്കട നിൽക്കുമായിരുന്നേ. അന്നേരം പിന്നെ അവിടെ തന്നെ ആദ്യമേ 200 രൂപ അങ്ങനെ ആയി ഇപ്പം ആ കടക്കാരൻ 450 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരുന്നപ്പോഴാണ് ഈ കൊച്ചിൻ്റെ ഓപ്പറേഷത്തിന് പോയത്. ഓപ്പറേഷത്തിന് പോയി ബിന്ദുവിനെ എനിക്ക് വലിയ അഭിപ്രായമാണ്, എനിക്കിഷ്ടമാണ് അവളെ. പിന്നെ അങ്ങനെ ഒരു സ്വഭാവം അങ്ങനെയൊന്നുമുള്ള കൊച്ചല്ല. അത് അതിൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി. പിന്നെ ഭർത്താവ് പിന്നെ വല്ലപ്പോഴും എങ്ങാനും ഒരു ചെറിയ പണി കിട്ടും, അതുകൊണ്ട് കുടുംബം കഴിഞ്ഞു പോകണം. പിന്നെ ഇപ്പം റേഷനൊക്കെ കിട്ടുന്ന കാരണം അങ്ങനെ കുടുംബം കഴിഞ്ഞു പോകണം. പിന്നെ ഓണോന്ന് A+ മേടിച്ചാ പെങ്കൊച്ച്, A+ മേടിച്ചാ. അവനും അതെ. ഒരു ദിവസം ഇങ്ങനെ പടം അവിടെ ഇരിക്കുവാണ്. ഞാൻ പറഞ്ഞു അങ്ങ് ചെല്ലു മകളുടെ പടം പൊക്കത്തി കാണാമെന്ന് പറഞ്ഞ് ബിന്ദുവിനോട് പറഞ്ഞു. അവൾ ചിരിച്ചോണ്ട് അങ്ങ് പോണ കണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു അന്നൊക്കെ വലിയ സന്തോഷമായിരുന്നു. അതൊരു സാധാരണ ഒരു കമ്പനി. ആ കമ്പനിയുടെ പേരെന്നാടാ വെച്ചേ? എറണാകുളത്ത്. പറയുമോ പുള്ളിക്കാരി? എന്നാ പോവാ ഇവിടെ ഇങ്ങനെ ഇരിക്കണേ, സീരിയൽ കാണുവാണോ? കാലത്തെ ഓട്ടോയിലാണ് പോണേ, വൈകുന്നേരം 7:30 ആകുമ്പോൾ ഇതിലേ പോകും. അപ്പം ഞാൻ ഈ വാതിക്കെ കാണും. അങ്ങനെ പറയും. അല്ലാതെ വീട്ടിൽ ചെല്ലുവാണെങ്കിൽ ഞാൻ ചോദിക്കും സീതാമ്മ അമ്മ ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും. അങ്ങനെ ഒക്കെ വർത്താനമൊക്കെ പറയും. അങ്ങനെ ഞായറാഴ്ച പോലും ഒഴിവില്ലാതെ അവൾ ജോലി നോക്കിക്കൊണ്ടിരുന്ന ആ പെങ്കൊച്ചിന് ഇങ്ങനെ വന്നത് ഇപ്പം എന്നായി. 4-5 വയസ്സ് കാണും. അത്രേ ഉള്ളായിരുന്നു അന്ന് മുതലേ കാണുന്ന അല്ലേ? അന്ന് മുതലേ കാണുന്ന. അങ്ങനെ എൻ്റെ മക്കളെയൊക്കെ ഇവിടെ ജോണി കൊണ്ടുപോവുകയൊക്കെ ചെയ്യണത്. അന്ന് അവർ ഇച്ചിരിയേ ഉള്ളതായിരുന്നു. ഇവളും ഏതാണ്ട് 8ാം ക്ലാസ്സിലോ 9ാം ഒക്കെ അങ്ങനെ കൊണ്ടുപോകും. പിന്നെ ഞാൻ അവരൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി കാണാൻ. പിന്നെ നിർത്തിയില്ല. അമ്മ പോക്കുമോ കരഞ്ഞാൽ കണ്ണിനൊക്കെ ഇതുണ്ടാകുമ്പോൾ അമ്മ പൊക്കോളാൻ പറഞ്ഞു. ഇപ്പം എന്നെ ചെറുപ്പം മുതലേ കാണുന്ന ഒരാള് ഇങ്ങനൊരു സംഭവം അറിഞ്ഞപ്പോൾ എന്താ അമ്മയ്ക്ക് തോന്നിയത്? അയ്യോ ആയോന്ന് എന്നെ അങ്ങ് വിറച്ചിട്ട് ഞാൻ ഇരുന്നു പോയി. ഒന്നും വിശ്വസിക്കാൻ പറ്റിയില്ല എനിക്ക്. എന്നാ ചെയ്യണ്ടേന്ന് പോലും എനിക്കറിയാൻ മേല. ഞാൻ ചോദിച്ചു വീണേന്ന് അവളെ ഞങ്ങളൊക്കെ വിളിക്കണേ, വീണ എന്നാടുക്കുമായിരിക്കും എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് എല്ലാവരോടും. വീണ അവൾ പറയും അമ്മ പോയിട്ട് ഒത്തിരി നേരം ആയല്ലോ കുളിക്കാൻ പോവാന്ന് പറയും. അവൾ വിളിച്ചിട്ടും ഫോൺ എടുക്കണില്ല. ബിന്ദു ഫോണും കൊണ്ട് പോയി. അങ്ങനെ ഫോൺ എടുക്കണില്ല. വിശ്രുതനാണേലും ഈ പറഞ്ഞതുപോലെ അത് എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട് എന്നിട്ട് അവരതൊന്നും മാന്താനൊന്നും നോക്കിയില്ലല്ലോ. അതൊരു കഷ്ടമാണ് കേട്ടോ, ചുമ്മാതെ. അങ്ങനെ വിശ്രുതം പറഞ്ഞ് എൻ്റെ ഭാര്യ ഇവിടെ കാണും ഇതാന്നും പറഞ്ഞുകൊണ്ട് കരയുമൊക്കെ ചെയ്ത് അവളാ എൻ്റെ മക്കളെ ഇത്രയാക്കിയത്. ഞാനൊന്നും അല്ലെന്നാ വിശ്രുത. അത് പണ്ടേ എന്നോട് കൊച്ചനോ വിശ്രുത. ഒരമ്മയില്ലേ വീട്ടില്? ബിന്ദുവിന്റെ അമ്മ തനിച്ചായില്ല അല്ലേ? അവരുടെ കാര്യം എത്ര വയസ്സുണ്ട്? 10-80 വയസ്സുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. ശരി എനിക്കറിയാൻ പാടില്ല. കഷ്ടമായി ആണോന്ന് വലിയ കഷ്ടമായിപ്പോയി. ഞങ്ങൾ ഇന്നലെ ഒന്നും കഴിച്ചില്ല. എന്നാന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ചിന്ത. എന്നാൽ ഇവളെ നമ്മുടെ അയൽവക്കത്ത് എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നാൽ വിളിക്കുമല്ല, ഇവരെ വിളിക്കുമല്ലോ. വിളിച്ചാൽ ഇവക്ക് പോരാൻ നേരമില്ല. ഞാൻ ചോദിച്ചു ഇതെന്നാ ബിന്ദു പോകാത്ത? അമ്മ പൊക്കോളും, അവൾക്ക് സമയമില്ലല്ലോ. അവൾക്ക് അന്നേരം ജോലി ചെയ്യാൻ പോകണം, അവിടെ മക്കളെ പഠിപ്പിക്കണം. ഇതൊക്കെയായിരുന്നു അവിടെ ചിന്ത. അത് പഠിപ്പിക്കുകയും ചെയ്തു. ഇപ്പം ഈ കൊച്ചിന് 4 മാസം ഏതാണ്ട് പഠിച്ചാൽ മതിയെന്ന് തോന്നണം. ശരി, എനിക്ക് 4ാമത്തെ വർഷം തീർന്നു. ജോലി കിട്ടേണ്ടത് അടുത്ത വർഷം. അത് കാണാൻ അവർക്ക് ഭാഗ്യം ഉണ്ടായില്ല. അതല്ല ആ ചെറുക്കൻ പറഞ്ഞ് കരയണ കേട്ടോ.
എനിക്ക് നിസ്സാര ഒരു തുക കിട്ടിയത് അമ്മേനെ അമ്മയെന്നല്ല അവർ അമ്മ എന്ന് അങ്ങനെ പറയണം. അമ്മാനെ ഏൽപ്പിക്കാനായിട്ട് ഞാൻ വന്നപ്പോൾ ഇതാണല്ലോ ഞാൻ കാണണമെന്നും പറഞ്ഞ് ആ കൊച്ചു കരയണ കേട്ടായിരുന്നു. വാങ്ങിച്ച് നിസ്സാരമായിട്ട് ചുമ്മാ ഒരു കടയിൽ കയറിയതാ. അങ്ങനെ വന്നതാ മെഡിക്കൽ കോളേജിൽ. അന്നേരമാണ് ഇത് തകർന്ന് കിടക്കണ കണ്ടത്. എന്നാലും അമ്മയാണെന്നുള്ള വിവരം ഇവനും അറിയാൻ പാടില്ല, ശ്രുതനും അറിയാൻ പാടില്ല. അങ്ങനെ മാന്തിയപ്പോഴാണ് അന്നേരം പറയാം അമ്മേനെ പൊക്കിക്കൊണ്ട് വന്നത് എനിക്ക് കാണാൻ സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. ഞാൻ വീണേനെ ആശ്വസിപ്പിക്കാനുള്ളത് ഞാനിങ്ങനെ തളർന്നാൽ എന്നാ ചെയ്യുമെന്ന് ആ കൊച്ചു പറയണത് നേരല്ലേ. അങ്ങനെയൊക്കെ സംഭവം. പിന്നെ ഈ പെങ്കൊച്ച് നല്ലൊരു പെങ്കൊച്ചാണ്. കുടുംബം നോക്കാനും അന്വേഷിക്കാനും അമ്മേനെയും ഒക്കെ ഭർത്താവാണേലും ഒരു വഴക്കോ അലമ്പോ എന്നാൽ ഭർത്താവ് ഇങ്ങനെ പണിയില്ലാതെ വീട്ടിൽ അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ എനിക്കറിയാവുന്നതാണ്. ഞാൻ പോവും വീട്ടിൽ, അവിടെ ചുമ്മാ ഇവിടെ ഇരിക്കുമ്പോൾ ഇറങ്ങി ഞാൻ പോവും. അവിടെ പോയി ഞാനും സീതാമ്മയും കൂടെ വർത്താനമൊക്കെ പറയും. അപ്പോൾ ഇന്നലെ ഇവിടെ 12:30 വരെ ഇവിടെ വന്നിരുന്നു. ഇന്നലെ അന്നേരമൊക്കെ കൊച്ചു ആശുപത്രി ഈ അപകടത്തിൽ ഇരിക്കുവാണ്. ബിന്ദുവിൻ്റെ അമ്മ. ആ അപ്പം ഞാൻ അന്നേരമൊക്കെ ഞാൻ ടി വി വെക്കുകയല്ല. എൻ്റെ മരുമോൾ ഇവിടെ ഉണ്ട്, അവൾ ഇവിടെ തയ്ക്കുകയെ. അല്ല അവളാണ് ടി വി വെച്ചുകൊണ്ടിരുന്നത്. ഞാൻ കേൾക്കുകയുള്ളൂ കിടന്നുകൊണ്ട്. ടി വി വെച്ചില്ല. ടി വി വെച്ചായിരുന്നാൽ സീതാമ്മ അത് ഇവിടെ വെച്ചറിഞ്ഞാൻ. പിന്നെ ആരാണ്ട് അവളോട് വിളിച്ചു പറഞ്ഞാണ് ടി വി വെച്ചതായിട്ട് അറിഞ്ഞത്. അന്നേരം ഞങ്ങളെല്ലാം ആകെ തളർന്നു പോയില്ലേ. ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും നടക്കണതായിട്ട് അറിയാൻ വന്നില്ലേ. പിന്നെ ആരാ വന്ന് BD സതീശൻ? അതെ, അതെനിക്കറിയാം. അതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ആ വരുമായിരിക്കും. ഇനിയിപ്പോൾ എന്നാത്തിനാ വന്നു? അന്നേരമൊക്കെ വരേണ്ടതല്ലായിരുന്നു. അല്ല ഒക്കെയാണേലും നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വരുമെന്നൊക്കെ കേട്ടായിരുന്നല്ലോ. ആ പിന്നെ ആരാണ്ടൊക്കെ വരുമെന്ന് ഞാനിങ്ങനെ കേട്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. എന്നാ ശരി. എനിക്ക് 66. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.